എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ ഹെൽത്തിയായ 4 തരം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ്, ഉരുളക്കിഴങ്ങും ഒക്കെ കൊണ്ട് തയ്യാറാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് പകുതി ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് ചേർക്കുമ്പോൾ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് ചേർത്തോളൂ. ഇനി പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വളരെ കനം കുറച്ച് ചെറിയ രീതിയിൽ അരിഞ്ഞു കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയില വളരെ ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പലപ്പോഴായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഒരു അളവിന് കറക്റ്റ് 1/4 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നന്നായി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇതിന്ന് ഓരോ സ്പൂണ് കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് പരത്തി കൊടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിലിട്ട് പരത്തരുത്. അങ്ങനെയാണെങ്കിൽ ഇത് തവയിൽ ഒട്ടിപ്പിടിക്കും. അപ്പം വളരെ സൂക്ഷിച്ച് ഇതേപോലെ കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും ചെറിയ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ബബിൾസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടുവിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ ചട്ടുകം കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിലേക്ക് കുറച്ച് എണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മുകൾ വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചട്ടുകം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ചട്ടുകം കൊണ്ട് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി അടുത്തത് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പരത്തുമ്പോൾ ഒരുപാട് സ്പീഡ് കൂടി പോയാൽ ഇത് സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. അപ്പം അതിനനുസരിച്ച് ഇത് പരത്തി കൊടുത്തോളൂ. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ഓയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വളരെ കുറച്ച് മാത്രം മതി. ചെറുതായ രീതിയിലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. ഇനി ആ സൈഡും അതേപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മറു സൈഡ് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്തും ചെറിയ രീതിയിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചട്ടുകം കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇതിന് സൈഡായിട്ട് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റുമാണ്. ഇപ്പം ഗോതമ്പ് പൊടി കൊണ്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനും നല്ലതാണ്. അപ്പം എല്ലാവരും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കറിയൊക്കെ വെക്കാൻ ഒട്ടും സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മടിയുള്ള സമയത്തോ ഈ ഒരു ഐറ്റം ഒന്ന് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കും. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണ്. അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്.
അടുത്തത് ബീട്രൂട്ട് ഇടിയപ്പമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് ഒരു പാത്രത്തിലാക്കി കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലുള്ള ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ആ ഒരു സമയം വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അതിലെ ജ്യൂസ് മാത്രം എടുക്കാനാണ്. അപ്പോൾ ദാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഒരു അരിപ്പയിലൂടെ ഇതിനെ ഒന്ന് അരിച്ച് മാറ്റാം. അരിച്ചതിന് ശേഷം അതിലെ ആ ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിലുള്ള ജ്യൂസ് മുഴുവനായിട്ടും അരിച്ചെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാനാണ്. അപ്പം വീണ്ടും ആ പാത്രത്തിൽ തന്നെ ആക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം പിന്നീട് വീണ്ടും നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിത് സേവനാഴിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇത് അടച്ചു കൊടുത്ത് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തട്ടിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നിലും നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ ഓരോ കുഴിയിലും ഇടിയപ്പം ആക്കി കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ആക്കിയതിന് ശേഷം ഇത് ഇടിയപ്പ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് 2 തട്ടും റെഡിയായി കഴിഞ്ഞ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇടിയപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായ ഇടിയപ്പമാണ്, അതുപോലെ തന്നെ കളർഫുള്ളുമാണ്. അപ്പം ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടെ ഒരു വെജിറ്റബിൾ സ്റ്റ്യൂവും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. അടുത്തത് പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന ഓട്ടടയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചൊരു ലൂസായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ദോശക്കല്ലിലേക്ക് വെച്ച് പരത്തിയെടുക്കാനാണ്. അപ്പം കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടൽ വരും. ആ ഒരു സമയമാകുമ്പോഴേക്കും കൈ ഒന്നുകൂടി നനച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ ഇങ്ങനെ നമുക്കൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാവെടുത്ത് ദോശക്കല്ലിലേക്ക് വെച്ച് പരത്തി കൊടുക്കണം. ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിംഗ് ആണ്. തേങ്ങ ചിരകിയതും ശർക്കര ചീവിയതും കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നീട് വെള്ളം വറ്റുമ്പോഴേക്കും ഇതേപോലെ കൈവച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്ത് ഔട്ടിലങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായി ഇതേപോലെ പരത്തി കൊടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത്. കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താലേ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് കല്ലിൽ നിന്ന് ഇളകി വരും. ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആ സൈഡ് ഒന്ന് വാടി വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലായിട്ട് തേങ്ങ ചിരകിയതും മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങയും ശർക്കരയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 3-4 തവണ തിരിച്ചും മറിച്ചും വിട്ട് നന്നായി ഒന്ന് മൊരിയിച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് അതിൽ നിന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കളർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് പരുവായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം.
ഇനി അടുത്തതിനും ഇതേപോലെ ചട്ടിയുടെ ചൂടൊന്ന് വെള്ളം ഒഴിച്ച് ബാലൻസ് ആക്കിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതേപോലെ വെച്ച് കൊടുത്ത് നന്നായി പരത്തി കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൈഡും ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം തേങ്ങയും ശർക്കരയും വെച്ച് കൊടുത്ത് മടക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ അതും പരുവാകുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ചിലർ വാഴ ഇലയിൽ പരത്തിയിട്ട് ഓട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ചുട്ടെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഓട്ടട ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ഒണിയൻ ദോശയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശമാവാണ് വേണ്ടത്. അരച്ച് വെച്ചിരിക്കുന്ന ദോശമാവിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ദോശമാവ് തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ അതിലേക്ക് സവാള കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. അപ്പം ഇനി സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഓണിയൻ ദോശ ആയതുകൊണ്ട് തന്നെ സവാള കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴും ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും കല്ലിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇതേപോലെ ചേർത്ത് കൊടുത്ത ഉള്ളിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇനി ബാലൻസുള്ള മാവെല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാം. മാവൊഴിച്ച് തവയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. സവാള കൂടുതൽ ചേർക്കുന്നതോറും ദോശയ്ക്ക് ടേസ്റ്റ് കൂടും. അപ്പം സവാള എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം സവാളയും ക്യാരറ്റും ഒക്കെ വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ഒണിയൻ ദോശ ഇങ്ങനെ കഴിക്കാൻ. വേറെ കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.